980-നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? ഈ ചോദ്യം മറ്റു തരത്തിൽ ചോദിക്കാം കേട്ടോ. 980-നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും. അതായത് ഗുണിച്ചാൽ ബാർ ഹരിച്ചാൽ ഇട്ടുന്നത്. ഏത് തരത്തിലെ ചോദ്യം വന്നാലും നമ്മൾ ഈ തരത്തിലാണ് ഉത്തരം കാണുക. അതായത് നമ്മൾ തന്ന സംഖ്യയെ അഭാജ്യ ഘടകങ്ങളാക്കുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഏതിനെ? 980-നെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക, 1 എത്തണ വരെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 980-നെ 2 കൊണ്ട് ഹരിക്കണു, 490, 2 കൊണ്ട് ഹരിച്ചു 245, 5 കൊണ്ട് ഹരിച്ചു 49, 7 കൊണ്ട് ഹരിച്ചു 7, 7 കൊണ്ട് ഹരിച്ചു 1. നമ്മളിതിനെ പെയേഴ്സ് ആക്കി എഴുതുക, ജോഡി ചേർത്ത് എഴുതുക. അപ്പോൾ 2 2 പ്രാവശ്യം 2 സ്ക്വയർ, 7 2 പ്രാവശ്യം 7 സ്ക്വയർ. 5-ന് ജോഡി ഇല്ല, അപ്പോൾ അത് വെറുതെ 5 എന്ന് എഴുതുക. ഇനി ഉത്തരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ പെയറില്ലാണ്ട് വരുന്നത് എന്താണോ, ജോഡി ഇല്ലാതെ വരുന്നത് എന്താണോ അതാണ് ഉത്തരം. ഇപ്പോൾ ഇവിടെ ജോഡി ഇല്ലാതെ 5 ആണ് അല്ലേ. ഇതിലെ ജോഡി ഇല്ലാത്ത സംഖ്യകളുടെ ഗുണനഫലം, അതായത് ഇപ്പോൾ ജോഡി ഇല്ലാണ്ട് വേറെ ഈ സംഖ്യയുടെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ ആ സംഖ്യ ഈ സംഖ്യ കൂടി ഗുണിക്കണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ജോഡി ഇല്ലാണ്ട് എന്തൊക്കെ സംഖ്യകളുണ്ടോ അതെല്ലാം കൂടി ഗുണിച്ച് എഴുതണം. ഇവിടെ ഒരു സംഖ്യയുള്ളൂ, അപ്പോൾ ഉത്തരം 5. -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറാണ് കേട്ടോ. അതായത് ചെറുതിന്ന് വലുതിലേക്ക് എഴുതുക. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡർ, വലുതിന്ന് ചെറുതിലേക്ക് എഴുതുക. അപ്പോൾ നമ്മളിത് ചെറുതിന്ന് വലുതിലേക്ക് എഴുതണം. ഇവിടെ നമുക്ക് ചെറുതും വലുതും കണ്ടാൽ തിരിച്ചറിയില്ല, കാരണം ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്, ഛേദങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഛേദങ്ങൾ തുല്യപ്പെടുത്തുക. നമുക്ക് ഈ 3 9 ആവാൻ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കുക, -1/3. അതിനെ 3/3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് മാത്രം, ഛേദത്തിനെ മാത്രം ഗുണിക്കാൻ പാടില്ല കേട്ടോ, അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കണം. അപ്പോൾ -1/3 ഇൻറ്റു 3/3 അംശങ്ങൾ ഗുണിക്കുമ്പോൾ -3 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 9, -3/9. അപ്പോൾ ഈ -1/3 പകരം നമുക്ക് -3/9 എന്ന് എഴുതാം. -2/9 നമ്മൾ മാറ്റേണ്ടതില്ല, കാരണം ഛേദം 9 തന്നെയാണല്ലോ. ഇനി അടുത്തെടുക്കുക -4/3. അതിനെയും നമ്മൾ 3/3 കൊണ്ട് ഗുണിക്കുക. 4 3 -12/3 9. ഇനി നമ്മൾ ഈ ചോദ്യത്തിലത്തേക്ക് എടുത്തെഴുതുക. ആദ്യം എന്താ? -1/3. പക്ഷേ അതിനെ നമ്മൾ മാറ്റി -3/9 എഴുതി, അത് എഴുതിയിട്ടുണ്ട്. അടുത്ത -2/9 അതേപടി എഴുതി. പിന്നെ -4/3 നമ്മൾ അതിനെ മാറ്റിയിട്ട് -12/9 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതാണ് ഇതിൽ ആരോഹണ ക്രമം എഴുതണം. അതായത് ചെറുതെന്ന് വലുതിക്ക്. ഈ നെഗറ്റീവ് സംഖ്യകൾ എങ്ങനെയാണ്? വലുതാവും തോറും അതിൻ്റെ മൂല്യം കുറയും. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാ? -12/9. തൊട്ട് വലുത് ഏതാ? -3/9. ഏറ്റവും വലുത് ഏതാ? -2/9. അപ്പോൾ ഇവിടുന്ന് വലുതായി വരികയാണ്. ഇനി ഇതാണ് ഉത്തരം. പക്ഷേ ഈ -12/9 നമ്മുടെ ചോദ്യത്തിലില്ലല്ലോ. അപ്പോൾ -12/9 നമ്മൾ ഏത് ചെയ്തിട്ടാണ് കിട്ടിയത്? -4/3 മാറ്റിയിട്ടാണ്. അപ്പോൾ -12/9 പകരം -4/3 എഴുതി. -3/9 നമ്മുടെ ചോദ്യത്തിലില്ല, അത് ഏതിനെ മാറ്റിയിട്ടാണ്? -1/3. അപ്പോൾ അതിന് പകരം -1/3. -2/9 നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല, എഴുതി. അപ്പോൾ ഉത്തരം -4/3, -1/3, -2/9. 2 × 2 + 29 × 39 -2 × 17 + 2ൻ്റെ വില കാണുക. ഇത് നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റുകൾ ഉണ്ട്. ഇത് ഒരു ചതുര ബ്രാക്കറ്റ് ഉണ്ട്, ഗണത്തിന് ഉപയോഗിക്കുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ട്, വളഞ്ഞ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. ഇവിടെ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ഏതാ? ഈ ചതുര ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഗണത്തിന് ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ്, അതിൻ്റെയും അകത്താണ് വളഞ്ഞ ബ്രാക്കറ്റ്. അപ്പോൾ ഈ വളഞ്ഞ ബ്രാക്കറ്റാണ് ഏറ്റവും കൂടുതൽ. നമുക്കത് ആദ്യം ചെയ്യാം. ബാക്കിയെല്ലാം അതേപോലെ എഴുതുക. ഈ 17 2 കൂട്ടിയാൽ 19. അപ്പോൾ 2 ഈ ബ്രാക്കറ്റായിട്ട് ഇൻറ്റു ആണല്ലോ, അപ്പോൾ 2 × 19. ഇപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റ് പോയി. അപ്പോൾ ഇനി അകത്ത ബ്രാക്കറ്റ് ഈ ഗണത്തിന് ഉപയോഗിക്കുന്ന ബ്രാക്കറ്റാണ്. അതിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ കുറയ്ക്കലുണ്ട് ഗുണിക്കലുണ്ട്. ബോർഡ് മാസ് പ്രകാരം ആദ്യം ഗുണിച്ചിട്ട് വേണം കുറയ്ക്കാൻ. അപ്പോൾ ഇവിടെ അത് ഗുണിച്ചു. 2 × 19 38. ഇനി ഇത് കുറയ്ക്കണം. ബ്രാക്കറ്റിൻ്റെ അകത്ത് 39 38 കുറച്ചാൽ 1. ആ ബ്രാക്കറ്റും പോയി. അപ്പോൾ എന്ത് ചെയ്യണം? 29 × 1. ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ആ ബ്രാക്കറ്റ് ചെയ്യുക. ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കൽ, ആദ്യം ഗുണിച്ചിട്ട് വേണമല്ലോ കൂട്ടാൻ അല്ലേ. അപ്പോൾ 2 × 2 + ഗുണിച്ചു 29 × 1 29.
അപ്പോൾ 2 ഇൻറ്റു 29 2 കൂട്ടിയ 31, 2 ഇൻറ്റു 31 ഉത്തരം 62. -1 ഘാതം 5 കൂട്ടണം -1 ഘാതം 101 കൂട്ടണം -1 ഘാതം 200 കൂട്ടണം -1 ഘാതം 702ൻ്റെ വില കാണുക. നമുക്ക് ഈ കണക്ക് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് -1ൻ്റെ കൃതിയായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ, -1ൻ്റെ കൃതിയായിട്ട് ഓഡ് നമ്പർ വന്നാൽ ഉത്തരം -1 ആയിരിക്കും. അതേസമയത്തോ -1ൻ്റെ കൃതി ഇരട്ട സംഖ്യയുടെ വരിക്കുക, -1ൻ്റെ കൃതി ഈവൺ നമ്പർ ആണെങ്കിൽ ഉത്തരം +1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഈ ചോദ്യം എടുത്ത് എഴുതി താഴേക്ക്, അതിനുശേഷം ഓരോന്നായിട്ട് നോക്കുക. -1 ഘാതം 5 കൃതി ഇവിടെ ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുമ്പോൾ -1 തന്നെ വരിക. അപ്പോൾ -1 ഘാതം 5 -1. -1 ഘാതം 101 ഇതും ഒറ്റ സംഖ്യയാണ്. അപ്പോൾ വീണ്ടും -1 പ്ലസ് -1 ഘാതം 200 ഇത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വരുമ്പോൾ +1. അപ്പോൾ ഇത് +1 പ്ലസ് വീണ്ടും -1 ഘാതം 702 702 ഇരട്ട സംഖ്യയാണ്, അതും +1. നോക്കൂ, -1 പ്ലസ് -1 പ്ലസ് +1 പ്ലസ് +1 -1 കൂട്ടിയ -2 +1 +1 കൂട്ടിയ +2 -2 +2 കൂടി കൂട്ടിയ ഉത്തരം 0. 3 - 2 - 8 - 4 = 632. 2 - 4 - 4 - 4 = 816 ആയാൽ 3 - 3 - 5 - 1ൻ്റെ വില എത്ര? നമുക്കിതിലത്തെ ആദ്യത്തെ എടുക്കാം. 3 - 2 - 8 - 4 3 - 2 - 8 - 4. നമുക്കിതിലത്തെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ ചിഹ്നമൊന്നും നോക്കാണ്ട് ആദ്യത്തെ രണ്ട് സംഖ്യകളും ഗുണിക്കുക. 3 × 2. അടുത്ത രണ്ട് സംഖ്യകൾ കൂടി ഗുണിക്കുക. 8 × 4. 3 × 2 8 × 4. ഈ 3 × 2 ഗുണിച്ചാൽ 6, 8 × 4 32. ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതുക 632. അതുപോലെ അടുത്തത് 2 - 4 - 4 - 4 2 - 4 - 4. ആദ്യ രണ്ട് സംഖ്യകൾ ഗുണിക്കുക 2 × 4. അടുത്ത രണ്ട് സംഖ്യകൾ ഗുണിക്കുക 4 × 4. 2 × 4 ഗുണിച്ചാൽ 8, 4 × 4 ഗുണിച്ചാൽ 16. ഈ രണ്ട് സംഖ്യകളും ചേർത്ത് എഴുതി 816. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 3 - 3 - 5 - 1 3 - 3 - 5 - 1. ആദ്യത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുക 3 × 3. അടുത്ത രണ്ട് സംഖ്യകൾ ഗുണിക്കുക 5 × 1. 3 × 3 9, 5 × 1 5. ഈ 9ഉം 5ഉം ചേർത്ത് എഴുതിയ ഉത്തരം 95. സച്ചിൻ സാധാരണ വേഗതയുടെ 5/4 ഭാഗം വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ കളിസ്ഥലത്ത് എത്തിച്ചേരാൻ സാധാരണ വേണ്ടി വരുന്ന സമയത്തേക്കാൾ 5 മിനിറ്റ് കുറവേ വേണ്ടി വന്നുള്ളൂ. സാധാരണ എടുക്കുന്ന സമയം കാണുക. അപ്പോൾ നമ്മൾ ദൂരം d എന്ന് സങ്കല്പിക്കാം. സാധാരണ പോകുന്ന വേഗത S1 എന്ന് വിചാരിക്കുക, നോർമൽ സ്പീഡ് S1. അതുപോലെ സാധാരണ എത്ര സമയം എടുക്കും? നോർമൽ ടൈം T1 എന്നെടുക്കുക. നമുക്ക് ഇതിന്ന് ദൂരം വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ എന്താ എഴുതാം? d = S1 × T1. ഒരു സമവാക്യമാണ്, അവിടെ ഇരിക്കട്ടെ. ഇത് സാധാരണത്തെ കാര്യമാണ് കേട്ടോ, എന്നുള്ള പതിവുള്ള കാര്യമാണ്. ഇനി നമ്മളൊരു സങ്കല്പമാണ് അല്ലേ, രണ്ടാം ഘട്ടം. അപ്പോഴും ദൂരം മാറ്റില്ല, വേഗത എന്താ പറഞ്ഞത്? ആദ്യത്തേതിൻ്റെ 5/4 ഭാഗം. അപ്പോൾ എന്താവും? 5/4 S1. അതുപോലെ സമയമോ ആദ്യത്തേനേക്കാൾ 5 മിനിറ്റ് കുറവ്. ആദ്യം ഇവിടെ T1 ആയിരുന്നു, അപ്പോൾ സമയം എന്ത് വരും? T1 - 5. വീണ്ടും നമ്മൾ ഈ ദൂരം കാണുക, വേഗത ഇൻറ്റു സമയം, ഒരു സമവാക്യം കൂടി ഉണ്ടാക്കുക. അപ്പോൾ എന്ത് വരും? d = ഈ വേഗത ഇൻറ്റു സമയം 5/4 S1 × T1 - 5. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻ്റെയും LHS ഈക്വലാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇടതുവശം ഈക്വലാണ്. അപ്പോൾ വലതുവശങ്ങളും തുല്യമാവണം. അപ്പോൾ ഈ രണ്ട് വലതുവശങ്ങളും തുല്യപ്പെടുത്തുക. ഈ വലതുവശം എന്താ? 5/4 S1 × T1 - 5 സമമായിരിക്കും ഈ വലതുവശമോ S1 T1. ഈ ഇക്വേഷൻ രണ്ട് ഭാഗത്തും നമുക്ക് S1 ഇൻറ്റു ചിഹ്നത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 5/4 × T1 - 5 T1. ഇവിടെ 5/4 കൊണ്ട് രണ്ടിനെയും ഗുണിക്കണം. 5/4 T1 മൈനസ് ഗുണിക്കുമ്പോൾ 5 25/4 T1. ഇനി T1 എല്ലാം ഒരു ഭാഗത്ത്, ഇവിടെ 5/4 T1 ഉണ്ട്. ഈ T1 ഇങ്ങോട്ട് എടുത്തു, -T1 -25/4 അങ്ങോട്ട് എടുത്തു, +25/4. ഈ 5/4 T1 പറഞ്ഞാൽ 1/4 എന്നർത്ഥം. 1/4 T1 ആണ്, മൈനസ് 1 T1 25/4. 1/4 T1 എന്ന് 1 T1 കുറച്ചാൽ 1/4 കാൽ ഭാഗം. കാൽ T1 25/4. ഇതിന് T1 കാണാൻ ഇൻറ്റു 1/4 വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു റെസിപ്രോക്കൽ ഇടുക. അപ്പോൾ T1 25/4 ഇൻറ്റു തിരിച്ചിട്ടു 4/1 ഗുണിക്കുമ്പോൾ ഈ 4ഉം 4ഉം വെട്ടിക്കളയാം നമുക്ക്. ബാക്കി 25/1 പറഞ്ഞാൽ 25. ഇത് T1 എന്താ? നോർമൽ ടൈം, സാധാരണ എടുക്കുന്ന സമയം എത്രയാണ്?
25 മിനിറ്റ്. 6387/8516 ലഘൂകരിക്കുക. ലഘൂകരിക്കുക പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക. അതായത് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുരുക്കി എഴുതുക. അങ്ങനെ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ പരമാവധി ചുരുക്കി എഴുതണം. അതാണ് ലഘൂകരിക്കുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഉത്തരം കാണാനായിട്ട് ഓരോ ഓപ്ഷനായിട്ട് എടുക്കുക. എന്നിട്ട് ചോദ്യത്തിലത്തെ അംശം, അതായത് 6387, അതിനെ നമ്മൾ എടുക്കുന്ന ഓപ്ഷനിലെ അംശം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 6387നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2129 എന്ന് കിട്ടും. അടുത്തതായിട്ട് ചോദ്യത്തിലത്തെ ഛേദത്തിനെ ഓപ്ഷനിലെ ഛേദം കൊണ്ട് ഹരിക്കുക. 8516നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1216 എന്നും വരും, ബാക്കി ഒരു 4 വരും, അതിശേഷം 4. ഈ 2 ഉത്തരങ്ങളും തുല്യമാണെങ്കിൽ അതാണ് ഉത്തരം. പക്ഷേ ഇവിടെ തുല്യമല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം 3/4. എന്നിട്ട് വീണ്ടും ഈ പ്രക്രിയ, അതായത് ചോദ്യത്തിലത്തെ അംശത്തിനെ ഓപ്ഷനിലെ അംശം കൊണ്ട് ഹരിക്കുക. 6387നെ 3 കൊണ്ട് ഹരിക്കുക. 6387നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളിവിടെ ചെയ്ത് തന്നെ കിട്ടും, 2129. ചോദ്യത്തിലത്തെ ഛേദത്തിനെ ഓപ്ഷനിലെ ഛേദം കൊണ്ട് ഹരിക്കുക. 8516നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോഴും 2129 കിട്ടും. ഇപ്പം എന്തായി? ഈ കിട്ടുന്ന ഉത്തരങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഉത്തരം 3/4 ശരിയായ ഉത്തരം. 3 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 2:3:4. അവയുടെ ആകെ തുക 27. ഈ 3 സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഇവിടെ 3 സംഖ്യകളുണ്ട്. ഇവ തമ്മിലുള്ള അനുപാതം 2:3:4. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ 2x, 3x, 4x എന്ന് എടുക്കാം. സംഖ്യകൾ 2x, 3x, 4x. തുക 27 എന്ന് പറഞ്ഞിട്ടുണ്ട്. സം തുക 27ആണ്. തുക പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക, അതെല്ലാം കൂടി കൂട്ടുക. 2x, 3x, 4x കൂട്ടുക. 2x + 3x + 4x = 27. 2 3 5 5 4 9. 9x = 27. x കാണാൻ 27നെ 9 കൊണ്ട് ഹരിക്കുക. 27/9 3 27. എക്സിൻ്റെ വില കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? 2x, 3x, 4x. സംഖ്യകൾ 2x, 3x, 4x. 2x പറഞ്ഞാൽ 2 × x. അപ്പോൾ 2 × xൻ്റെ വില 3. 2 × 3 6. അടുത്ത 3x. 3x പറഞ്ഞാൽ 3 × x. 3 × xൻ്റെ വില 3. 3 9. അടുത്ത 4x എന്ന് പറഞ്ഞാൽ 4 × x. അതായത് 4 × xൻ്റെ വില 3. 4 3 12. സംഖ്യകൾ കിട്ടി 6 9 12. ചോദ്യം എന്താ? ഈ സംഖ്യകളുടെ ഗുണനഫലം കാണണം. അപ്പോൾ ഈ സംഖ്യകൾ ഗുണിക്കുക. ഗുണനഫലം 6 × 9 × 12. 12 × 9 108ആണ്. 12 × 9 108 × 6 കൊണ്ട് ഗുണിക്കുക. 6 8 48. 1 6 ഉത്തരം 648.